പ്രഗത്ഭനായ ഒരു കഥാകൃത്ത് തന്നെയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ദുഃഖകരമായ അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. എന്നുവെച്ചാൽ ഒരിക്കൽ കോഴിക്കോട് അങ്ങാടിയിൽ ഉച്ചഭക്ഷണത്തിന് നല്ല സന്തോഷത്തോടെ ഭക്ഷണമെല്ലാം കഴിച്ച് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാഷെടുത്ത് മുമ്പിൽ ചെന്ന് പോക്കറ്റ് കൈയിട്ട് നോക്കുമ്പോൾ പോക്കറ്റ് കാണാനില്ല. ആരോ പോക്കറ്റ് അടിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന സന്ദർഭമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ തന്നെ പണം പേയ്മെൻറ്റ് ചെയ്യേണ്ട സമയത്ത് പെട്ടെന്ന് പോക്കറ്റ് കാണാണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരവസ്ഥ, അത് വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന അവസ്ഥ തന്നെയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ സത്യം തുറന്ന് ക്യാഷ്യറോട് പറഞ്ഞെങ്കിലും ക്യാഷ്യർ അത് ഉൾക്കൊള്ളാൻ തയ്യാറില്ല. ക്യാഷ്യർ ഇതുപോലുള്ള ധാരാളം കള്ളന്മാരെ കണ്ട് പരിചയമുണ്ട് എന്നുള്ളതും ഒരുപക്ഷെ വൈക്കം ബഷീറിന് പരിചയമില്ലാത്തൊരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പിടിച്ച് വാങ്ങാൻ, പണം വാങ്ങാൻ ശ്രമിക്കുന്നത് ഒരു ദുഃഖകരമായ കാഴ്ചയാണ് വൈക്കം ബഷീർ പങ്കുവെക്കുന്നത്. എന്ന് വെച്ചാൽ പണമില്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും തന്നിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ വല്ലാത്തൊരു ഖേദവും വേദനയും ഒരു പ്രയാസം തന്നെയായിരുന്നു. എന്ത് ചെയ്യാമെന്ന ചോദ്യത്തിന് തൽക്കാലം നിങ്ങൾ വിലപിടിപ്പുള്ള എന്തെങ്കിലും തന്നിട്ട് അത് തിരിച്ചെടുക്കുമ്പോൾ പണം തന്ന് തിരിച്ചെടുത്തോളൂ എന്ന രൂപത്തിൽ പറഞ്ഞെങ്കിലും ഒന്നും വിലപിടിപ്പുള്ള ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യമായിരുന്നു. ഏതായാലും സ്വന്തം വസ്ത്രം അഴിച്ചു വെച്ച് പോകാനാണ് പിന്നെ ക്യാഷ്യർ ആവശ്യപ്പെടുന്നത്. തന്നെ ആരെങ്കിലും സഹായിക്കുമോ എന്ന പ്രതീക്ഷയിൽ ചുറ്റുപാട് നോക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ സഹായിക്കാനില്ല എന്ന സത്യം വല്ലാതെ വേദനിപ്പിക്കുക തന്നെ ചെയ്തു. ഏതായാലും സ്വന്തം ജുബ്ബ അഴിച്ചു കൊടുത്തിട്ട് അവിടെ ഒരു മാനക്കേടായ ഒരു സാഹചര്യത്തിൽ താൻ ആരെങ്കിലും സഹായിക്കുമെന്ന് വീണ്ടും ആ തിരക്കുള്ള പട്ടണത്തിൽ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും താൻ ആരും സഹായിക്കാനല്ല എന്ന ഒരു സങ്കടമൊക്കെ മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് അങ്ങനെ ജുബ്ബ അഴിച്ചു കൊടുത്തെങ്കിലും ക്യാഷ്യർ പറയാ ആ മുണ്ടുകൂടെ അയച്ചു വെച്ച് പോയാൽ മതിയെന്ന്. വാസ്തവത്തിൽ ആ മുണ്ടുകൂടെ അയച്ചു വെച്ച് പോകുമുണ്ടാകുന്ന പ്രയാസം അത് വല്ലാത്തൊരു പ്രയാസം തന്നെയായിരുന്നു. ഏതായാലും മുണ്ടുകൂടെ അയക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അല്പം വൃത്തിയില്ലാത്ത വേഷം ധരിച്ച ഒരു മുഷിഞ്ഞ വസ്ത്രധാരി വന്നിട്ട് പറയാണ്, ഒരു നേരത്തെ ആഹാരത്തിന് പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരാൾ എങ്ങനെ പരിഹസിക്കുകയോ പ്രയാസപ്പെടുത്തുകയാണോ, എത്ര തരാനുള്ള പണം എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ക്യാഷ്യർക്ക് പണം കൊടുക്കുകയും വൈക്കം ബഷീറിനെ വിളിച്ചുകൊണ്ടുപോയി ഈ തിരക്കുള്ള പട്ടണത്തിൽ നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കാതെ നടന്നു കഴിഞ്ഞാൽ പോക്കറ്റടിക്കൂലേ. ഏതായാലും അദ്ദേഹത്തിൻ്റെ അരയിൽ നിന്നും ധാരാളം പേഴ്സുകൾ പുറത്ത് കാണിച്ചുകൊണ്ട് ഇതിലേതെങ്കിലും നിങ്ങളെ പേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വാസ്തവത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേഴ്സ് അതിലുണ്ടായിരുന്നു, അതിൽ പണവും ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും വൈക്കം ബഷീർ പറയുകയാണ് എൻ്റെ പണം അതില്ല, എൻ്റെ പേഴ്സ് അതില്ല എന്ന് പറയുകയും ഒരുപക്ഷെ ക്യാഷ്യറേക്കാൾ നന്നായി ആ പോക്കറ്റടിക്കാരൻ അദ്ദേഹത്തോട് പെരുമാറി എന്നുള്ളത് ഒട്ടേറെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഒരു മനുഷ്യൻ്റെ പെരുമാറ്റം തന്നെയാണ് അയാളുടെ സ്വഭാവത്തിൻ്റെ ഏറ്റവും മഹനീയമായ കാര്യമെന്ന് ഉണർത്താൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.